വെള്ളാപ്പള്ളിയെ പുറത്താക്കിയ കോടതി വിധി സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. കോടതി വിധി ശ്രീനാരായണീയ ഭക്തർക്ക് ആശ്വാസമുള്ള പ്രഖ്യാപനമാണ്. അടുത്ത കാലത്തായി ശ്രീനാരായണ ഗുരു നേടിയെടുത്ത പല കാര്യങ്ങളിൽ നിന്നും പിന്നാക്കം പോവുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന നിർദ്ദേശം വന്ന ദുരവസ്ഥ പോലും ഉണ്ടായി. ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റം നല്ലതാണ്. നല്ല രീതിയിലുള്ള ഭരണം ഉണ്ടാകണമെന്നും സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞു. വാക്കുകളിലേക്ക്. തങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തിന്റെ വളർച്ചയ്ക്ക് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ അക്കാലത്തെ യോഗ നേതൃത്വങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ യോഗം ഒരു വലിയൊരു ആൾക്കൂട്ടമായി നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങളെ പ്രാവർത്തികമാക്കാൻ എത്ര മേഖലകളുണ്ട്. ആ മേഖലകളിലൊന്നും കാര്യമായ കാമ്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് പറയാൻ സാധിക്കുകയില്ല. അനന്തകൃഷ്ണൻ പ്രതികരണത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കും. അനന്തൻ, പതിറ്റാണ്ടുകളായി ശിവഗിരി മഠം, SNDP യോഗം ജനറൽ സെക്രട്ടറി, വെള്ളാപ്പള്ളി അകലം, അത് എപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. ഓരോ വിഷയങ്ങൾ സംബന്ധിച്ച് അത് മഠത്തിന്റെ ആശങ്ക, അങ്ങനെയൊക്കെ വരുന്ന ഒരു ഘട്ടത്തിലാണിപ്പോൾ കോടതിയുടെ നിലപാടും തലപ്പത്ത് നിന്നും വെള്ളാപ്പള്ളി പുറത്തു പോകുന്നത്. അതിനെ എങ്ങനെയാണ് മഠം നോക്കിക്കാണുന്നത്, സ്വാഗതം ചെയ്യുന്നത്? പ്രജീഷ്, രണ്ട് കാര്യങ്ങളിലാണ് ഇന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പ്രതികരിച്ചത്. അത് ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള SNDP ഭാരവാഹികളെ കോടതി നീക്കം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഒപ്പം UDFന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമാണ്. അതിൽ കോടതി ഇടപെട്ടുകൊണ്ട് SNDP യൂണിയൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ അടക്കമുള്ള ഭാരവാഹികളെ നീക്കം ചെയ്തതിനെ ശിവഗിരി മഠം സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നലെയും അദ്ദേഹം ഇതുമായി ഈ കോടതി നടപടിയെ അനുകൂലിക്കുന്ന നിലപാടാണ് എടുത്തത്. ശിവഗിരി മഠം പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായി SNDP യൂണിയൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള നിലപാടുകളാണ് കൈക്കൊള്ളുന്നത്. മാത്രമല്ല SNDP യൂണിയനെ മറ്റ് സമുദായങ്ങൾക്കിടയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവഹേളിക്കപ്പെടുന്ന രീതിയിലുള്ള അത്തരം അവഹേളനകരമായ പരാമർശങ്ങൾ മറ്റ് സമുദായങ്ങളിൽ നിന്നുണ്ടാകുന്ന രീതിയിലുള്ള നിലപാടുകൾ SNDP യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് ഇത്തരം ഒരു മാറ്റം അത് അനിവാര്യമാണ്. ആ കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് സ്വാമിയുടെ ആ കാര്യത്തിലുള്ള നിലപാട്. മറ്റൊന്ന്, UDFന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ്. അതിൽ അദ്ദേഹം ഒരു പരാതി പോലെയാണ് പറയുന്നത്. UDF കാലാകാലങ്ങളായി പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന, പ്രത്യേകിച്ച് ഈഴവ വിഭാഗങ്ങളിൽപ്പെടുന്ന ആൾക്കാർക്ക് പ്രാതിനിധ്യം നൽകുന്നില്ല. പ്രത്യേകിച്ച് അവരെ പരിഗണിക്കുമ്പോഴെല്ലാം അവർക്ക് ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിലാണ് അവരെ പരിഗണിക്കുന്നത്. അത് ഇനി ഒഴിവാക്കണം. ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിലേക്ക് ഈഴവ വിഭാഗത്തിൽ നിന്നടക്കം വിശ്വകർമ്മ വിഭാഗത്തിൽ നിന്നടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കണം. ഇത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ അത് സംബന്ധിച്ച് ഒരു കത്ത് തന്നെ രാഹുൽ ഗാന്ധിക്ക് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങളെല്ലാം ശിവഗിരി മഠത്തിന്റെ പരിഗണനാ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള കത്തും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ കത്ത് പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കല മണ്ഡലത്തിലടക്കം കോൺഗ്രസ് ഈ ഒരു നിലപാട്, ശിവഗിരി മഠത്തിന്റെ നിലപാട് ഉൾക്കൊള്ളണം എന്നുള്ളൊരു ആശയവിനിമയമാണ് സ്വാമി സച്ചിദാനന്ദ മുന്നോട്ട് വെക്കുന്നത്. ശരി, അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്.